എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ കേട്ടോ. സോ ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകളായിട്ട്, അതായത് ഡ്രസ്സസ് ആണ് മുഴുവൻ, മിഡി ഡ്രസ്, അങ്ങനത്തെ ഡ്രസ്സസ് അങ്ങനത്തെയാണ്. സോ കഴിഞ്ഞ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ ഇനി നെക്സ്റ്റ് ഹോൾ വീഡിയോ എന്താണെന്ന് ചോദിച്ച സമയത്ത് കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്ത ഡ്രസ്സസ് എന്നായിരുന്നു. അതുകൊണ്ടാണ് ഡ്രസ്സസ് തന്നെ മേടിച്ചിട്ടുള്ളത് കേട്ടോ. സോ കുറച്ച് ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ അധികം ലാഗാക്കാണ്ട് കുറച്ച് ടൈമിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. എനിവേ ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ഗീവ് ലാസ്റ്റ് ഞാനിട്ടൊരു ഗീവ് എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടി, അത്യാവശ്യം ലൈക്ക് കിട്ടി, ഒരു 1K കമന്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലായത് എനിക്ക് അപ്പോഴാണ്. സോ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഇഷ്ടമാണ് എന്നുള്ളവരാണെങ്കിൽ, കാരണം എന്റെ വേറൊരു ഗീവ് കിട്ടാത്തൊരു റെസ്പോൺസ് ആയിരുന്നു ആ ക്രാഫ്റ്റ് ഐറ്റംസിന്, അങ്ങനത്തെ അതായത് സ്റ്റേഷനറി ഐറ്റംസിന് ഉണ്ടായിരുന്നത്. സോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഈ ഒരു ഗീവ് ക്രാഫ്റ്റ് ഐറ്റംസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുക. പിന്നെ നമ്മുടെ ഗീവ് ജെനുവിൻ ആയിട്ടുള്ള കമന്റ്സുകൾ തരാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു മാക്സിമം നിങ്ങൾ കമന്റ്സ് ഇടുന്ന സമയത്ത് ഒരാൾ തന്നെ കുറെ കമന്റ്സുകൾ ഇടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇമോജീസ് ഒഴിവാക്കി നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ എക്സ്പ്രസ് ചെയ്യാനുള്ളത് അത് പറയുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അതിപ്പോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയി കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം നിങ്ങളൊരു നെഗറ്റീവോ പോസിറ്റീവോ പറഞ്ഞാൽ മാത്രമാണ് എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാനും നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഗീവ് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എനിവേ നമുക്ക് നമ്മുടെ ഹോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാനൊരു കാര്യം പറയാം, പക്ഷെ അത് നിങ്ങളുടെ ആ ഒരു ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ എന്റെ ഫ്ലിപ്കാർട്ടില് ഒരു 4 ഡ്രസ്സസ് ആണ് ഇത് ഞാൻ കാണിക്കുന്നത്. പ്ലസ് വേറെ ഡ്രസ്സാണ് വന്നിട്ടുള്ളത്, ഷോർട്ട് ഡ്രസ്സസ് ആണ് വന്നിട്ടുള്ളത്. എല്ലാം ഫുൾ ഒരു മിഡി ഡ്രസ് ലെങ്ത്തിലോട്ടൊക്കെ വന്നിട്ടുള്ള ഡ്രസ്സസ് ആട്ടോ. ഇതിൽ ഒരെണ്ണം ഞാൻ ഓൾറെഡി യൂസ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഐ തിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ല കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഫസ്റ്റ് ഡ്രസ്സ് ഇതെനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. ഈ ഒരു മിഡി ഡ്രസ്സ് ഇട്ട് സൈഡിലായിട്ട് ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ കൊടുക്കാം. ഇത് നമ്മുടെ ഒരു കാഫ് ലെങ്ത്തിലാണ് വരുന്നത്. ഈ ഒരു ഡ്രസ്സ് മെറ്റീരിയൽ വന്നിട്ട് ഒരു പോളിസ്റ്റർ മിക്സ്ഡ് മെറ്റീരിയൽ ആണ്. പക്ഷെ പ്രിന്റ് കണ്ടോ, അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് വീനെക്കാണ് വന്നിട്ടുള്ളത്. ലൈനിങ് ഇല്ല, പക്ഷെ എന്ന് വെച്ച് നെഴലടിക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. 300 റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ചെറിയ പഫ് വന്നിട്ടുണ്ട് ഷോൾഡറിന്റെ ഭാഗത്തായിട്ട്. പിന്നെ 3/4 സ്ലീവ് കൊണ്ട് ചെറിയ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ഡ്രസ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ആദ്യം ഈ ഡ്രസ്സ് കിട്ടിയ സമയത്ത് ഇതിന്റെ ഈ ചെസ്റ്റ് പോർഷൻ, വേസ്റ്റ് പോർഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതിന്റെ കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ എലാസ്റ്റിക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇത് എനിക്ക് ചേരുവോ എന്നുള്ളത്. പിന്നെ ഈ കൈയും എനിക്ക് നേരിട്ട് കണ്ടപ്പോ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇട്ട സമയത്ത് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രസ്സായിരുന്നു. അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട ടൈമില്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്ലസ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് കണ്ണു അടച്ച് മേടിക്കാം. കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഞാൻ ഈ ഡ്രസ്സുകളെല്ലാം ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിലായിട്ട് കൊടുത്തേക്കാം. ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. സോ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് കാണാം. ഞാൻ ഈ എണ്ണം മാത്രമാണ് കവറിന് എടുത്തിട്ടുള്ളൂ, മറ്റതെല്ലാം കവറിൽ തന്നെ വെച്ചേക്കുവാണ്. ഞാനെല്ലാം ഓർഡർ ചെയ്തേക്കുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാം തന്നെ പക്ഷെ എങ്ങനെയോ ബ്ലാക്കിൽ തന്നെയായി. അതെങ്ങനെയാന്ന് എനിക്കും വലിയ ധാരണയില്ല. ഇതൊരു ഷോർട്ട് ഡ്രസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിപ്പം ഷോർട്സിന്റെ കൂട്ടത്തിലൊക്കെ ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് മസ്റ്റായിട്ട് തന്നെ മേടിക്കാവുന്നതാണ്. അത്രയും സൂപ്പർ ആട്ടോ. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് 999 ആണ് കേട്ടോ. പക്ഷെ നമുക്കിത് 300 സംതിങ് രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും ഇതാ ഒരു റേഞ്ചിൽ തന്നെ കിട്ടത്തുള്ളൂ. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ റേറ്റ് സൈഡിലായിട്ട് കൊടുത്തേക്കാവേ. ഇതിങ്ങനെ ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്, ഫുൾ സ്ലീവ്സ് ആട്ടോ. പിന്നെ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് ചെറിയായിട്ടൊരു പഫ് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ നെക്കും നല്ല രസമായിട്ടുള്ള ഒരു നെക്കാട്ടോ. കണ്ടോ, സാധാ ഒരു നെക്കല്ല,
ഇവിടുന്ന് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ വന്നത്. വീനെക്ക് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്, പക്ഷെ ഈ ഒരു കട്ടിങ് ഇതിന്റെ മുകളിലോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ആ രീതിക്ക്. പിന്നെ നമ്മുടെ വേസ്റ്റിന്റെ പോർഷന് കുറച്ച് മുകളിലായിട്ട് ഇതേപോലെ എലാസ്റ്റിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ബ്ലാക്കില് ചെറിയ ഒരു പീച്ച് കളറിൽ ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഗ്രീൻ ഒരു ചെറിയൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ചെറിയ ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഡ്രസ്സാണ് ഇതും. അതുപോലെ തന്നെ നമുക്ക് മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിലും ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വേഗം ഉണങ്ങുകയും ചെയ്യും. ഞാനിപ്പോ നേരത്തെ ഓർഡർ ചെയ്ത ഡ്രസ്സുകൾ, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഡ്രസ്സുകളെല്ലാം എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് എക്സ്ട്രാ ലാർജ് വരെ തന്നെ അവൈലബിൾ ആയിരുന്നു. ഇതും ഏകദേശം ഒരു പോളിസ്റ്റർ മിക്സഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ലൈനിങ് ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം അങ്ങനെ വലുതായിട്ടൊന്നും നിഴലടിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു ഡ്രസ്സും. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഇട്ട ഡ്രസ്സ് മോസ്റ്റ് ഫേവറേറ്റ് ആയിരുന്നു എന്റെ കേട്ടോ. സോ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പർച്ചേസ് എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഡ്രസ്സായിരുന്നു. പക്ഷെ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കല്ല, ഇതിന്റെ ഈ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ പിക്ക് കൊടുത്തേക്ക്, ആ പിക്കിൽ കാണുന്ന ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് വന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതായത് അതിന്റെ കളറും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മുടെ ഡ്രസ്സിന്റെ പാറ്റേൺ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സില് ഒരു 3/4 സ്ലീവ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ബലൂൺ സ്ലീവ്സ് പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ഡ്രസ്സില് ഫുൾ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതുപോലെ എലാസ്റ്റിക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഒരു ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സിന് റൗണ്ട് നെക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാധനം ഇതേപോലെയാണ് നെക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സൈസസ് എക്സ്ട്രാ സ്മോൾ ആയിരുന്നു. വന്നിട്ടുണ്ടായിരുന്ന സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് എവിടേക്കും കണ്ടു. ഓക്കെ, ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇതിനകത്ത് ഞാൻ കണ്ടിരുന്നു. ഇത് 2000-2000 ഒരു റേഞ്ചിൽ വരുന്ന ഡ്രസ്സായിരുന്നു ഇതിന്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷെ ഇത് ഓഫറിലാണോ ശരിക്കും നമ്മളെ പറ്റിക്കാൻ കണ്ടിട്ടുണ്ട്. നല്ല ഇതുണ്ട്, കണ്ടില്ലേ, നല്ലോണം ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ നമ്മുടെ ചെസ്റ്റ് പോർഷന്റെ അവിടെ ആയിട്ട് എലാസ്റ്റിക് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം. മേ ബി കുറച്ച് സൈസ് ഉള്ള ഒരാളൊക്കെ ഇടുവായിരുന്നെങ്കിൽ ഈ ഡ്രസ്സ് നല്ല ക്യൂട്ട് ആയിരിക്കും. ഉള്ളതില്ല, നമ്മൾ ഓർഡർ ആക്കിയതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതായിരുന്നു. ഇതൊരു 400 റേഞ്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണ 400 റേഞ്ചിലൊന്നും ഞാൻ ഡ്രസ്സ് ഓർഡർ ആക്കാത്തതാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ആ ടൈമിൽ എന്തോ പ്രൈസ് ചേഞ്ച് വന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു 300 സംതിങ്ങിന്റെ ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പൊ ഇതും നമ്മൾ നേരത്തെ കണ്ട കൈൻഡ് ഓഫ് മെറ്റീരിയൽ തന്നെയാണ്. ദെൻ ഇതിനും എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് എക്സ്ട്രാ ലാർജ് വരെയൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിനും. ദെൻ കാണാനൊക്കെ നല്ല കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാൻ എങ്ങനെയാണ് ഇത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർഡർ ആക്കിയത് എനിക്കൊന്നും അറിയത്തില്ല. ഇത് കണ്ടില്ലേ, ഇതൊരു നല്ല ഡ്രസ്സാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ചെസ്റ്റ് പോർഷൻ ഫുള്ള് എലാസ്റ്റിക് ഡീറ്റെയിൽസ് ആണ്. സോ അത്യാവശ്യം നല്ലോണം തന്നെ ഇങ്ങനെ വിരിഞ്ഞ് വലിയുന്ന ടൈപ്പാണ്. എനിക്ക് ഇതിന്റെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഇത് ബലൂൺ സ്ലീവ്സ് കണ്ടോ. പക്ഷെ ഇതിന്റെ കൈന്റെ ഈ ഒരു ഭാഗവും എലാസ്റ്റിക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഓഫ് ഷോൾഡർ ആയിട്ട് ഇങ്ങനെ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ നോർമലി നമ്മൾ കഴുത്ത് എങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇടാം. പക്ഷെ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ഷോൾഡർ ആയിരിക്കും ഇതിനുണ്ടാകുക കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ്. ബേക്കൊക്കെ അത്യാവശ്യം നല്ല ഇറങ്ങി നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ്. ഇത് നമ്മുടെ ആംഗിളിന്റെ അത്രയും ലെങ്ത് ഉണ്ട്. മെറ്റീരിയൽ ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയൽ, ഒരു പോളിസ്റ്റർ മിക്സ്ഡ് മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് ഇത് മഴയത്ത് ഈസി ആയിട്ട് ഇടാം, പെട്ടെന്ന് തന്നെ ഉണങ്ങും. എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് എക്സ്ട്രാ ലാർജ് വരെ ഇത് അവൈലബിൾ ആയിരുന്നു. ഇതിന്റെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന റേറ്റ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. ഒന്നിന്റെ റേറ്റും എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. അപ്പം ഇതാണ് അടുത്ത ഡ്രസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബാക്കിയൊന്നും വന്നിട്ടില്ല. പിന്നെ അത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് എനിക്കില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സൈസ് ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ലാർജോ എന്തോ ആണെന്ന് തോന്നുന്നു. സൈസിന്റെ അവിടെ എന്തോ 64 എന്നൊക്കെ എഴുതിയേക്കുന്നത് കൊണ്ട് അറിയത്തില്ല. ഇതും ഇവർ പറയുന്നത് 2000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ളത്. ഇതിനും ഇങ്ങനത്തെ ഫുൾ സ്ലീവ് അല്ല കേട്ടോ, പക്ഷെ അതിലിങ്ങനെ എലാസ്റ്റിക് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇതെനിക്ക് കുറച്ച് ലൂസ് ആണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഡ്രസ്സ് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു
ക്വാളിറ്റി അത്ര സൂപ്പർ ആയിട്ട് തോന്നത്തില്ല. പിന്നെ ഇവിടെ ഈ എലാസ്റ്റിക് വേഗം തന്നെ പോകും, കുറച്ച് ലൂസായിട്ട് അങ്ങനത്തെ. പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ച ബ്ലാക്കിന്റെ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ ഫിറ്റിംഗ് അത്ര സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കളർ, മെറൂൺ ആയിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുക. ഇത് ശരിക്കും ഒരു വൈൻ കളറാണ് ഇതിന്റെ ഒരു കളറ് കണ്ടോ. കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളർ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇതായിരുന്നു എന്റെ ലാസ്റ്റ് പർച്ചേസ് കേട്ടോ. ഇതിന്റെ എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് എക്സ്ട്രാ ലാർജ് വരെയൊക്കെ അവൈലബിൾ ആണ്. ഐ തിങ്ക് എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് അവൈലബിൾ ആയിരുന്നു. പ്രൈസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, എനിക്ക് ഒരു ഓർമ്മയും ഇല്ല. ഇതും അതുപോലെ തന്നെയാണ്, മഴ പെയ്ത് കഴിഞ്ഞാൽ മഴയത്തായാലും കഴുകി കിട്ടുകഴിഞ്ഞാൽ സുഖമായിട്ടും. ഇത്രയും ഡ്രസ്സുകളാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരു ഡ്രസ്സ് ഞാൻ ഗീവ് അവേ ആയിട്ട് കൊടുക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നതും. ഈ 2 ഡ്രസ്സുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഈ 2 നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ഇത് ലാർജ് സൈസ് ഉള്ളവർക്കേ പറ്റുള്ളൂ. ഈ ഡ്രസ്സ് എക്സ്ട്രാ സ്മോളിലുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് ലാഗാക്കിയോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ലാകില്ല, അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അതെല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ